മിൻ അംസാലിക്കും എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങൾ, പക്ഷികളെ സമുദായം എന്ന് വിളിച്ചു. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് പശു എന്നാണെങ്കിൽ, മറ്റൊരു അധ്യായത്തിന്റെ പേര് എട്ടുകാലി എന്നാണെങ്കിൽ, വേറെ ഒരു അധ്യായത്തിന്റെ പേര് ഉറുമ്പ് എന്നാണെങ്കിൽ, മറ്റൊരു അധ്യായത്തിന്റെ പേര് തേനീച്ച എന്നാണെങ്കിൽ, പരിസ്ഥിതി, പ്രകൃതി, പ്രപഞ്ചം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പ്രപഞ്ച വീക്ഷണം, അറിവിന്റെ വീക്ഷണമാണ് അത് സമർപ്പിക്കുന്നത്. അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. മർക്കസ് പോലുള്ള സ്ഥാപനങ്ങൾ സമന്വയിപ്പിച്ച മത ഭൗതിക വിജ്ഞാനങ്ങളുടെ പ്രസക്തി അവിടെ വർദ്ധിക്കുകയാണ്. ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രവാസി സംഗമത്തിൽ നമ്മുടെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുവാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രവാസി എന്ന് പറയുമ്പോൾ അത് ബഹുസ്വരതയുടെ ഒരു പ്രതിഫലനമാണ്. പ്രവാസികൾ ബഹുസ്വരതയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളവരാണ്. ഇന്ത്യ എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. ഇന്ത്യക്ക് വേണ്ടി പുറത്തുപോയി അധ്വാനിക്കുന്ന പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവരും ആ ബഹുസ്വരതയെ മുറുകെ പിടിക്കുന്നു. പല മതം, പല സംസ്കാരം, പല ഭാഷകൾ, അതെല്ലാം അവർ ഉയർത്തിക്കാട്ടുന്നു. പ്രവാസികളും എന്ന് പറയുമ്പോൾ പ്രധാനമായും ഗൾഫ് നാട്ടിലെ മലയാളികളെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അവരുമായുള്ള കേരളത്തിന്റെ ബന്ധം, ഇന്ത്യയുടെ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എത്രയോ ആളുകൾ കേരളത്തിന്റെ പടിഞ്ഞാറേ തീരത്ത് വന്നു. ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അതിനൊക്കെ മുമ്പ് പോർച്ചുഗീസുകാർ, എല്ലാവരോടും കേരളീയർ ഏറ്റുമുട്ടി. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് ഒരേറ്റുമുട്ടൽ പോയിട്ട് ഒരു കശപിശയോ കലഹമോ പോലും ഇല്ലാതെ ആരെങ്കിലും ഈ കേരളത്തിന്റെ തീരത്ത് വന്നണഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറബികൾ മാത്രമാണ്. ആ അറബി ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഈ നാടിന്റെ പഴയ ചരിത്രത്തിന്റെ സൗഹൃദത്തെയാണ് ഇവിടെ പുതുക്കുന്നത്. ആ ചരിത്രത്തെയാണ് ഈ കാലഘട്ടത്തിൽ പുനർനിർമ്മിക്കേണ്ടത്. അറബി പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് തോന്നുകയാണെന്തോ പുതിയ ഭാഷ പഠിപ്പിക്കണം. കോഴിക്കോട്ടെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ അറബ് ഭാഷയുടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അറബിയിൽ വരുന്ന കത്തുകൾ പരിഭാഷപ്പെടുത്താൻ, അറബിയിൽ കത്തുകൾ എഴുതാൻ ഒക്കെ പോകട്ടെ. വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് വന്ന് കപ്പലിറങ്ങി. അത് പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമാണെന്ന് പറയാറുണ്ട്. യാഥാർത്ഥ്യം അത് പുതിയൊരു ചൂഷണത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ്. എന്നാൽ ആ വാസ്കോ ഡ ഗാമ കൊണ്ടുവന്ന ഒരു കത്ത്, പോർച്ചുഗൽ രാജാവിന്റെ കത്ത്, അറബിയിൽ ആയിരുന്നു ആ കത്ത്. കോഴിക്കോട്ട് സാമൂതിരിക്കുള്ള കത്ത് എഴുതുന്നത് പോർച്ചുഗീസ് രാജാവാണ്, സ്വീകരിക്കുന്നത് കോഴിക്കോട്ടെ മലയാളിയായ സാമൂതിരിയാണ്. രണ്ടുപേരും അറബികളല്ല, എന്നിട്ടും ആ കത്ത് അറബ് ഭാഷയിലായിരുന്നു. അന്നത്തെ അന്താരാഷ്ട്ര വിനിമയത്തിന്റെ ഭാഷയായിരുന്നു അറബി. ആ ബന്ധമാണ് ഗൾഫ് നാടുകളുമായുള്ള ബന്ധം. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, അന്തർദേശീയമായ പരസ്പര ബഹുമാനത്തിന്റെ ബന്ധമാണ്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പ്രവാസികളാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം കേരളത്തെ നിർമ്മിച്ചത് ആരാണെന്ന ചോദ്യത്തിന് കേരളത്തിന്റെ സമ്പദ്ഘടന പല പ്രതിസന്ധികളുമേറ്റു ഒലഞ്ഞാടിയപ്പോ അതിനെ താങ്ങി നിർത്തിയത് ആരാണെന്ന ചോദ്യത്തിന് രണ്ടുത്തരമില്ല, ഒരു ഉത്തരമേ ഉള്ളൂ: പ്രവാസികളായ മലയാളികൾ എന്നുള്ളതാണ് ആ ഉത്തരം. അവർ വിദ്യാഭ്യാസത്തെയും സഹായിച്ചു. മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രവാസികളുടെ ഒരു സംഗമം ഉണ്ടാകുന്നത് തീർത്തും ഉചിതമാണ്. മുമ്പും ഇത്തരം സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളോടനുബന്ധിച്ച് ഇത്തരം സെഷനുകൾ നടത്താറുണ്ട്. കാരണം ഈ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൽ പ്രവാസികൾ വളരെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാസി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച പോലെ മേലേക്കടയിലുള്ള ചില ആളുകളെയല്ല നാം മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. വിമാനത്തിൽ കയറിയിട്ട് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ അത് ബെൽറ്റ് മുറുക്കാനാണെന്ന് പോലും അറിയാത്ത, വിമാനത്തിൽ നിന്ന് യാത്ര കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ ഒരു ഫോറം പൂരിപ്പിക്കാൻ കൊടുത്താൽ അത് പൂരിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ഭാഷ പോലും വശമില്ലാത്ത പാവങ്ങളായ ആളുകൾ യാത്ര ചെയ്യുന്ന സെക്ടറാണ് പ്രവാസികൾ യാത്ര ചെയ്യുന്ന സെക്ടർ. പാർലമെന്റിൽ ഈ വിനീതൻ പലതവണ അവസരമുണ്ടായപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്തെവിടെയും കാണാത്ത ഒരു പ്രതിഭാസമാണത്. ബെൽറ്റ് മുറുക്കാനുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത പാവങ്ങൾ, ഈ ഫോറം ഒന്ന് പൂരിപ്പിച്ചു തരുമോ എന്ന് കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനോട് ചോദിക്കുന്ന പാവങ്ങൾ, അവരാണ് പ്രവാസികൾ. അവരെ പലരും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് പകരം, അവർക്ക് ചൂഷണത്തിന് പകരം അവരെ അംഗീകരിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അവരേറ്റവും അധികം അർഹിക്കുന്നത് ആ മനസ്സാണ്. ആ മനസ്സവർക്ക് ഉണ്ടാക്കിയെടുക്കണം. പ്രവാസികൾക്ക് ഇപ്പോൾ വോട്ടവകാശം വരെ ലഭിക്കാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിലൂടെ
പ്രവാസികൾക്ക് വോട്ടവകാശം നൽകുകയാണ്. ഈ സമ്മേളനം തീർച്ചയായും ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ആ നീക്കത്തെ സ്വാഗതം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം പ്രവാസികൾ നമ്മുടെ സ്വന്തം രക്തമാണ്, അവർ സ്വന്തം സഹോദരന്മാരാണ്. സ്വയം പ്രവാസിയല്ലാത്തവർ ധാരാളം ഉണ്ടാകാം കേരളീയർക്കിടയിൽ. പക്ഷേ പ്രവാസിയുടെ ഉപകാരം പറ്റാത്ത ഒരു മലയാളിയെ തെരഞ്ഞാൽ കേരളത്തിൽ കാണാൻ ഇന്ന് വളരെ പ്രയാസമാണ്. ഒരു പേന, ഒരു സ്പ്രേയുടെ കുപ്പി, ഒരു തുണിക്കഷ്ണം, ഒരു മിഠായിയെങ്കിലും പ്രവാസിയുടെ കയ്യിൽ നിന്ന് ഉപകാരപ്പെടാത്ത ഒരാളെ കാണാൻ പ്രയാസമാണ്. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഒരുപാട് പുരോഗതിയുടെ ശില്പികൾ പ്രവാസികളാണ്. അവരെ ഗവൺമെന്റുകൾ കൂടുതൽ പരിഗണിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. ഞാനിവിടെ അഭിമാനത്തോടെ ഓർക്കുന്നു, പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു ഈ കേന്ദ്രം പാസാക്കാൻ പോകുന്ന വോട്ടവകാശം തീർച്ചയായും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെപ്പോലുള്ളവരുടെ വലിയ ഒരു സ്വപ്നമാണ് അതിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പാർലമെന്റിലെ ഓരോ സമയത്തുമുള്ള നീക്കങ്ങളിൽ, പ്രവാസികളെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഹാനായ തങ്ങൾ അടിക്കടി പ്രവാസികളോടൊരു പ്രത്യേക ബന്ധം തങ്ങൾ പുലർത്തിയിരുന്നു. തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർത്തു പോവുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആ വഴിയിലൂടെ അഭിവന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തീർച്ചയായും പ്രവാസികളുടെ കാര്യങ്ങൾ അവർക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് ഇന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മളെല്ലാവരും കൂട്ടായി പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുകയും പ്രവാസികളിൽ ഉണ്ടായി വരുന്ന എല്ലാവിധ യോജിപ്പും നമ്മൾ ഉൾക്കൊള്ളുകയും പ്രവാസികളുടെ നന്മ, അവരുടെ പൊതുവായ താല്പര്യം, അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നീങ്ങുകയും ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇനിയും ഇവിടെ സംസാരിക്കാനിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങൾ തീർച്ചയായും ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള, വഴിതെറ്റി നടക്കുന്ന മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് നൽകാൻ വിത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ജനിതക വിത്ത്, ആ വിത്ത് ഉൽപ്പാദിച്ചത് ഒരു അറിവാണ്, ഒരു ശാസ്ത്രമാണ്. പക്ഷെ ആ വിത്ത് മുളക്കൂല. ആ വിത്ത് കൊണ്ട് കായ്ക്കുന്ന പച്ചക്കറി തിന്നാനേ പറ്റൂ. അതിന്റെ കുരു എടുത്താൽ അത് മുളക്കൂല. അതുകൊണ്ട് അതിനെ അന്തക വിത്ത് എന്നാണ് വിളിക്കുന്നത്. അവസാനിപ്പിക്കുന്ന വിത്താണ്. അള്ളാഹു സൃഷ്ടിച്ച വിത്ത് ഉണ്ടാക്കുന്ന വിത്താണ്, ഉൽപ്പാദിപ്പിക്കുന്ന. ഒരു മത്തൻ കുരുവിൽ നിന്ന് ആയിരക്കണക്കിന് മത്തൻ ചെടികൾ, ഒരു കുമ്പളങ്ങ കുരുവിൽ നിന്ന് എണ്ണമില്ലാത്ത കുമ്പളങ്ങകൾ, അതിന്റെ വള്ളികൾ, ചെടികൾ. ഇവർ ഉൽപ്പാദിപ്പിച്ച മത്തൻ, ആ മത്തനോടുകൂടി അതിന്റെ ഖിയാമത്താണ്, അത് അവസാനിക്കുകയാണ്. അതും ഉണ്ടാക്കുന്നത് ഒരു ഇൽമാണ്, ഒരു അറിവാണ്. അങ്ങനെ എല്ലാ രീതിയിലും അരാജകത്വം വരുന്ന ഒരു കാലത്ത് ആളുകൾക്കിടയിൽ വേലി കെട്ടാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ പല ശ്രമങ്ങളും, മതസമൂഹങ്ങൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് മാനവികതയുടെ, മാനവൈക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സൗമനസ്യത്തിന്റെ ഉന്നതമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്.